1 by x square is equal to 4 root 2. Then what is the value of this? ഏകദേശം a square minus b square എന്നല്ലേ, അതായത് a square minus b square എന്ന ഫോർമാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം x raised to 4 by 1 by x raised to 4 equal to a plus b into a minus b. ഓക്കെ, അത് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അത് a square minus b square എന്ന ഫോർമാറ്റ് കിടക്കുന്നുണ്ട് a plus b into a minus b. അത് എഴുതി അവിടെ വെച്ചു. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നമുക്കിപ്പം ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിൽ ഒന്ന് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 4 root 2. ഈ രണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിനുവേണ്ടി നമുക്ക് ഇത് 4 root 2 ആണ് തന്നിട്ടുണ്ടല്ലോ, അത് ഞാനൊന്ന് എടുത്ത് എഴുതുകയാണ്. സ്ക്വയർ ബൈ 1 by x square which is equal to 4 root 2. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ അതൊന്ന് എടുത്ത് എഴുതി. എന്നിട്ട് സൈഡ്സിലും സ്ക്വയർ എടുക്കുകയാണ്. രണ്ട് സൈഡും സ്ക്വയർ എടുക്കും. ബോത്ത് സൈഡ് സ്ക്വയർ എടുക്കുകയാണ്. ബോത്ത് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും ഇതെങ്ങനെ വരും? a minus b the whole square which is equal to a square plus b square plus 2 into minus, not minus and minus 2 into a into b which is equal to, okay, x raised to 4 plus 1 by x raised to 4 minus 2 is equal to 32. x raised to 4 plus 1 by x raised to 4 is equal to 34. നമുക്കപ്പോൾ ഇതാണ് വേണ്ടത് അല്ല, നമുക്ക് ഇങ്ങനൊരു ഫോമിലോട്ട് വരണ്ട. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 by x സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിക്കാക്കണം. സോ അതിന് വേണ്ടി അതായത് എക്സ് പ്ലസ് 1 by x സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാക്കണം. സോ അതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? എ സ്ക്വയർ ഉണ്ട്, ബി സ്ക്വയർ ഉണ്ട്. സോ 2 ഇൻറ്റു എ ഇൻറ്റു ബി, അതായത് ഒരു 2ൻ്റെ കുറവാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് വേണം? ഒരു 2 വേണം. സോ ഒരു 2 ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു 2 ആഡ് ചെയ്തു. സോ എക്സ് പ്ലസ് 4 പ്ലസ് 36. ഓക്കെ, സോ ഞാനതിനെ എക്സ് പ്ലസ് 1 by x സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇതിൻ്റെ ഹോൾ സ്ക്വയർ ഇതിനെ എഴുതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്താ? എ സ്ക്വയർ ബി സ്ക്വയർ 2 ഇൻറ്റു എ ഇൻറ്റു ബി. സോ അതിന് നമ്മൾ 2 ഉണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 36. ബോത്ത് സൈഡ്സ് റൂട്ട് എടുക്കുമ്പം എക്സ് പ്ലസ് 1 by x സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 6. നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാനുള്ളത് കിട്ടിയില്ലേ? സോ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ അനുസരിച്ച് ഉത്തരം എന്ന് പറയുന്നത് 4 root 2 ഇൻറ്റു 6 വിച്ച് ഈസ് ഈക്വൽ ടു 24 root 2. ഒരു ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു സെല്ലറാണ്. സോ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ 25 ഗ്രാം വന്ന് കടയിൽ നിന്ന് ഒരാൾ ചോദിച്ചാൽ അയാൾ 20 ഗ്രാമേ കൊടുക്കത്തുള്ളൂ. എന്നിട്ട് എന്താ പറയുന്നത്? 25 ഗ്രാം നിങ്ങൾ വാങ്ങിയില്ലേ, നിങ്ങൾക്ക് ഞാൻ നഷ്ടത്തിലാണ് തരുന്നത്. എനിക്ക് 85% ഓഫ് എൻ്റെ 25 ഗ്രാം മേടിച്ചപ്പോൾ എനിക്ക് എത്ര കയ്യിൽ നിന്ന് പോയി, അതിൻ്റെ 85% ഞാൻ വിൽക്കുന്നത്, അതായത് എനിക്ക് നഷ്ടമാണ് എന്നും കൂടെ അയാൾ പറയും. സോ ഇതാണ് സംഭവം. ഇപ്പോൾ നമുക്കറിയാമല്ലോ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിലുണ്ടാകുന്ന പെർസെൻറ്റേജാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിൻ്റെ പെർസെൻറ്റേജിന് യഥാർത്ഥ വാല്യൂൻ്റെ ആവശ്യമില്ല. നമുക്ക് യഥാർത്ഥ വാല്യൂൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അസ്യൂം ചെയ്യുകയാണ് 1 കിലോ അയാൾ വാങ്ങിച്ച വില, അഥവാ 1 കിലോയുടെ കോസ്റ്റ് പ്രൈസ് ഗ്രാമാണ്. 1 ഗ്രാമിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1 രൂപയാണെന്ന് ഞാൻ എടുക്കുകയാണ്. സോ നമുക്ക് അയാൾ യഥാർത്ഥ വാല്യൂൻ്റെ ആവശ്യമില്ല. സോ അതുകൊണ്ട് 1 ഗ്രാമിന് അയാളുടെ കയ്യിൽ നിന്ന് പോയത് 1 രൂപയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരാൾ വന്നിട്ട് എനിക്ക് 25 ഗ്രാം അല്ലെങ്കിൽ 25 ഗ്രാം പഞ്ചസാര താ എന്ന് പറഞ്ഞാൽ ഇയാൾ എത്ര കൊടുക്കുന്നത്? 20 ഗ്രാമേ കൊടുക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് ആയിട്ട് അയാളെ കോസ്റ്റ് പ്രൈസ് എത്ര? 20 രൂപ. സെല്ലിംഗ് പ്രൈസ് എന്താ? സെല്ലിംഗ് പ്രൈസ് അയാൾ പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് കടക്കാരൻ കൊടുത്തിട്ട് വന്ന പൈസയാണ്. അത്രയും 20 ഗ്രാം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സെല്ലിംഗ് കേക്ക് എത്ര കിട്ടി എന്നുള്ളതാണ്. സോ അതെങ്ങനെ എഴുതാൻ പറ്റും? 25 ചോദിക്കുമ്പോൾ ഇയാൾ 20 കൊടുത്തിട്ട് പറയും 25-ന് എനിക്ക് എത്ര രൂപയായോ അതിൻ്റെ 85% ഞാൻ വിൽക്കുന്നത്, അഥവാ എനിക്ക് 15% നഷ്ടമാണ് വരുന്നത് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ എങ്ങനെ പറയുന്നത്? 25 ഈ ഗ്രാം ആയിട്ടുള്ള നിങ്ങൾ ചോദിച്ച ഇത്രയും സാധനം, അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന ഈ സാധനം മേടിക്കാൻ എനിക്കായ പൈസയുടെ 85% ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സോ അതുകൊണ്ട് തന്നെ സെല്ലിംഗ് പ്രൈസ് എന്താ? അയാൾക്ക് 25 ഗ്രാം മേടിക്കാൻ ചിലവായ പൈസ 25 ൻ്റെ 85% ഞാൻ വിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു സോ ഇതിനർത്ഥം എന്താ? ഇയാളുടെ കയ്യിൽ ആ ഒരു കൊച്ചു കടയിലോട്ട് വന്നു, ഇയാളുടെ എടുത്തുകൊണ്ട് പറഞ്ഞു 25 ഗ്രാം പഞ്ചസാര അല്ലെങ്കിൽ 25 ഗ്രാം എന്തെങ്കിലും സംഭവം തരാൻ പറയുമ്പോഴത്തേക്കും ഇയാൾ എന്താ ചെയ്യുന്നത്? 20 ഗ്രാമേ കൊടുക്കും. അപ്പം എന്നിട്ട് ആ കുറച്ച് പൈസ കൊടുത്തിട്ടങ്ങ് പോകും. അത് അവിടുത്തെ സീനറി എങ്ങനെയാണ് നടക്കുന്നത്. സോ അതിന് ഫലമായിട്ട് പക്ഷേ 20 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കച്ചവടത്തിൽ അയാളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് അയാളുടെ കയ്യിൽ നിന്ന് പോയത് 20 രൂപയുള്ളൂ. അവിടെ കൈ എത്ര രൂപ വന്നു? 21.25 വന്നു. അപ്പോൾ തന്നെ മനസ്സിലായിക്കൂടെ ഇതൊരു ലാഭമാണ്, ലാഭ കച്ചവടമാണ്. സോ ഇത് പ്രോഫിറ്റാണ്. സോ ഇത്രയും പൈസ വരാനുള്ള കാരണം എന്താ? ഇയാളെ ക്വസ്റ്റിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ നഷ്ടത്തിലാണ് വിൽക്കുന്നത്, 15% നഷ്ടമാണ് എനിക്ക് വരുന്നത്. ഓക്കെ, കോസ്റ്റ് പ്രൈസിൻ്റെ 15% നഷ്ടത്തിലാണ് ഞാൻ നിനക്ക് തരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത്രയും മേടിക്കും. സോ ഇനി നമുക്ക് എന്താ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം? പിന്നെ എങ്ങനെ ചെയ്യാം? 1 × 5 5 പിന്നെ 0.25 5 തവണയുണ്ട്. 0.25 4 തവണ ആകുമ്പോൾ തന്നെ അത് 1 ആവും. പിന്നെ ഒരു 0.25 കൂടെ വിച്ച് ഈസ് ഈക്വൽ ടു 6.25 ആണ് ഉത്തരം. അപ്പോൾ നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് തരാം. sec a plus tan a which is equal to 5. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എടുക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം sec square a minus tan square a which is equal to 1 ആണ്. ഓക്കെ, നമുക്ക് 1 വരുന്ന sin square a plus cos square a 1 ആണ്.
സോ ഇത് ഞാൻ എടുത്താൽ ഇവിടെ നമുക്കറിയാമല്ലോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 1. സോ ഞാനിവിടെ സി കെ പ്ലസ് ടാൻ ഓൾറെഡി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇതിനെ ഞാൻ ഇട്ടു. സി കെ എ മൈനസ് ടാൻ ഇസ് ഈക്വൽ ടു 1 ബൈ ഇത് വരൂലേ. സോ ഇസ് ഈക്വൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ 5. സോ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, 2 ഉണ്ട്. സോ ഇക്വേഷൻ നമ്പർ 1 പ്ലസ് 2 ചെയ്യുകയാണ്. സോ അതിന് നമ്മൾ 2 സി കെ എ ഈ ടാനും ഇതൊന്നും പോയി. സോ ഇസ് ഈക്വൽ ടു 1 ബൈ 5 പ്ലസ് 5. സോ സി കെ എ ഇസ് ഈക്വൽ ടു അറിയാമല്ലോ ചെയ്യുമ്പോഴത്തേക്കും 26/5 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 13/5. സി കെ കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? സൈനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സൈനയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സീക്ക് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് അല്ലേ. സോ നമുക്ക് കോസ് കിട്ടൂലേ. കോസ് എന്താ 5/13. വേറെ പ്രോപ്പർട്ടി അറിയാലോ, സൈൻ എ പ്ലസ് കോസ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1. സോ അവിടെ നമുക്ക് എന്ത് വേണം? സൈൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എ. സൈൻ ആണ് കണ്ടുപിടിക്കണം. സോ റൂട്ട് കൊടുക്കുക. ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ 5/13 ദ ഹോൾ സ്ക്വയർ. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ 15 എത്ര? 25/169. ചെയ്യുമ്പോൾ 169/25 വിച്ച് ഇസ് ഈക്വൽ ടു 144/169. 144 12താണ്, 169 13താണ്. സോ 12/13 ആൻസർ. ഒരു കോഡ് ലാംഗ്വേജിൽ PLIERS കോഡ് ചെയ്തിരിക്കുന്നത് MMAFJO എന്നാണ്. അതാണ് സ്ലോവെൽ എന്ന് പറയുന്നത് FZR LFR എന്നാണ് കോഡ് ചെയ്തത്. ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ബ്രഞ്ച് എങ്ങനെയായിരിക്കും കോഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ എങ്ങനെ നമ്മൾ ഡീകോഡ് ചെയ്യും? സോ നോക്കുക, ഇത് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മറ്റു രീതികളായിട്ടുള്ള ഒന്ന് ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ പുറകിലോട്ട് പോകുന്നതോ അങ്ങനെ മാക്സിമം നമ്മൾ ചെറിയ പോസിബിലിറ്റി നോക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. സോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്രോസിനാണ് പോകുന്നത്. സോ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്ക്. ഇത് ക്രോസ് 16 നിന്നും 1 കുറവല്ലേ 15, 12 നിന്നും 2 കുറവല്ലേ 10, 9 മാർക്കുള്ള വ്യത്യാസം 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം മിഡിൽ വരായി. ഇനി തിരിച്ചതുപോലെ ചെയ്യാം. എസ്സിൽ നിന്നും എത്ര? എസ്സിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എത്രയുടെ വ്യത്യാസമോ എസ്സും 13 തമ്മിലുള്ളത്? 6ൻ്റെ വ്യത്യാസം. സിമിലർലി 18ഉം 13ഉം തമ്മിൽ എത്രയുടെ വ്യത്യാസമോ? 18ഉം 13ഉം തമ്മിൽ 5ൻ്റെ വ്യത്യാസം. അതാണ് 5ഉം 7ഉം 5ഉം 1ഉം തമ്മിൽ 4ൻ്റെ വ്യത്യാസം. സോ 1 2 3 4 5 6 അങ്ങനെയാണ് പോകുന്നത്. അത് ക്രോസ് ആയിട്ട്. എങ്ങനെ ക്രോസ് ആയത്? പക്ഷേ ഞാൻ സ്റ്റാർ രീതി വരച്ചാൽ ഒന്ന് ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഇങ്ങോട്ട് ഇങ്ങനെ, ദെൻ ഇങ്ങനെ 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 ഇങ്ങനെ, അതായത് ക്രോസ് ആയിട്ട് അങ്ങനെ ഇത് പോകുന്നത്. അപ്പം ഇതുപോലെ തന്നെ ആയിരിക്കും. സോ റെഞ്ച് അപ്പം എങ്ങനെ എഴുതാം? W -3 -4 -5 -6. സോ ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്ര? ഡബ്ല്യുവിൻ്റെ വാല്യൂ 23. 23 1 കുറവെന്ന് പറയുമ്പോൾ വി. ഓക്കെ, വി. 6ൻ്റെ വാല്യൂ 18. 18 2 കുറവായിട്ട് വരുമ്പോഴത്തേക്കും അതെത്ര? 16. സോ അതെത്ര? പി. ഇയുടെ വാല്യൂ എത്ര? ഇയുടെ വാല്യൂ 5. 5 3 കുറവ് വരുമ്പോൾ 2 എന്ന് പറയുമ്പോൾ ബി. ഇനി നമുക്ക് ഇവിടെ നോക്കാം എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും എച്ചിൻ്റെ വാല്യൂ 8 ആണ്. 8 6 കുറയുമ്പോൾ 2 ആണ്. സോ ഇത് ബി. സിയുടെ വാല്യൂ 3 ആണ്. സോ 3 5 കുറയുമ്പോഴത്തേക്കും 3 5 കുറയും ബാക്കിലോട്ട് പോവാം. സോ അതിൻ്റെ ഫലമായിട്ട് 24 വരും. സോ ഇവിടെ എക്സ് വരും. ഇനി എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 14 ആണ്. അതിൽ നിന്ന് 4 പോകുമ്പോൾ 10 ആണ്. സോ ജെ. സോ BXJ BPV ഇതാണ് ഇതിൻ്റെ അർത്ഥം. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇതാണ്. ഈ ക്രോസ് ആണ്. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾ ഇങ്ങോട്ട് പോകും, ഇവിടെ ഇരിക്കുന്ന ആൾ ഇങ്ങോട്ട് വരും, പിന്നെ ഇയാൾ തൊട്ടടുത്ത ആളിലോട്ട് പോകും, ഇയാൾ ഇങ്ങോട്ട് പോകും, ഇയാൾ ഇങ്ങോട്ട് പോകും, ഇയാൾ ഇങ്ങോട്ട് പോകും. സോ അത് നമ്മൾ മനസ്സിലാക്കാം. അതായത് ക്രോസിംഗ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്.